ഹലോ കൂട്ടുകാരെ, ആയിച്ചു ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ ആയ ഗിഫ്റ്റ് വേണമല്ലോ. അപ്പോൾ അവന് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പാൻറ്റും ഷർട്ടുമാണ്. അവന് ആ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് സ്റ്റൈലാക്കി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കൊടുക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടത്തുന്ന ഗോപ്രായാണ് ആ കാണുന്നത്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി. ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലേക്ക് പോയി പാർക്ക്, ബീച്ച് അവിടെയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത്. അടിപൊളി സ്ഥലമാണ്. ബർത്ത്ഡേ ബോയ്ക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അവൻ്റെ മുഖം കണ്ടറിയാം. അവന് കുറച്ച് ദിവസമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന് നല്ല ഹാപ്പിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പോയ സ്ഥലം അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പാർക്കാണ്. പിന്നെ പുറത്ത് പോയാൽ എന്തായാലും നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ ജ്യൂസും കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങളൊരു ബേക്കറിയിൽ ഇറങ്ങി ബർത്ത്ഡേ ബോയ്ക്ക് ഒരു കേക്ക് വേണമല്ലോ. അപ്പോൾ കേക്കൊക്കെ സെലക്ട് ചെയ്യണത് ഏതാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോൾ കൺഫ്യൂഷനായി. ലാസ്റ്റ് ഒരു കേക്ക് സെലക്ട് ആക്കി അവൻ്റെ പേരൊക്കെ എഴുതി ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്നു. പൊന്നു എന്നാണ് അവൻ്റെ പേര്. പൊന്നു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ. ഷസാൻ എന്ന പേര്. വീട്ടിൽ വന്ന് നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ വെച്ച കോഴിൻ്റെ മണം. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ചിക്കൻ വേവുന്നുണ്ട്. ചിക്കനും കുമ്പളം കറിയും ഒക്കെ പ്രിപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും അവിടെ നടക്കട്ടെ. നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ട്. ആ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യണം. അതാ ഞങ്ങൾ കേക്ക് റെഡിയാക്കി കേക്ക് മുറിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ കാക്ക കേക്ക് വായിലച്ച് കൊടുക്കുകയാണ്. അവനക്ക് സ്വന്തം കേക്ക് കൈ കൊണ്ട് മുറിച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആവുമല്ലേ, അവരെ കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് കഴിക്കണത്. അത് മാമനും കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു കുട്ടിയായ മാമനാണ്, എന്നാലും കുട്ടിത്തം മാറിയിട്ടില്ല. കേക്ക് വാരി തേക്കലും അങ്ങോട്ട് തേക്കലും ഇങ്ങോട്ട് തേക്കലും അവർ അവിടെ എൻജോയ് ചെയ്യണം. എന്തായാലും അവിടെ എൻജോയ് ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.